ദൃശ്യത്തിന് ആദ്യം പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു. പോലീസ് സ്റ്റേഷൻ ഇല്ലാതെ ചുമ്മാ അവർ കുഴിച്ചിട്ട് എന്നെ മുകളിൽ നിന്ന് വർത്താനം പറയുന്നെന്ന് പറഞ്ഞൊരു തോട്ടിൽ ചുമ്മാ എഴുതി വെച്ചു. പക്ഷെ അതല്ല വേണ്ടതെന്ന് എനിക്കും അറിയാം. അതങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ച് പിന്നീട് കിട്ടിയതാണ് പോലീസ് സ്റ്റേഷനകത്ത് കുഴിച്ചിടുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഞാൻ ദൃശ്യം അല്ലെങ്കിൽ മെമ്മറീസ് വോട്ട് എടുത്തപ്പം കുറെ പേര് മെമ്മറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ പിള്ളേരൊക്കെ ആണല്ലേ? എനിക്ക് മലയാള സിനിമ കാണുന്നതിനേക്കാൾ ഭയങ്കര ഇന്റർനാഷണൽ ഫീൽസ് എനിക്ക് അന്ന് തന്നൊരു സിനിമയായിരുന്നു മെമ്മറീസ്. ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ആസിഫ് അലിനെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കുറെ റീസൺസ് ഉണ്ടാവും. അതിലത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു റീസൺ കംഫർട്ടബിൾ ടു വർക്ക് വിത്ത് ഡയറക്ടേഴ്സ്, ആക്ടർ ആൻഡ് എബോവ് ഓൾ ഈസ് എ ടാലന്റഡ് ആക്ടർ. ഇനിയും വരുന്നുണ്ട് ഞങ്ങൾ പ്രൊജക്ട്സ്. എപ്പോഴും ഷൂട്ടിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രീ പ്രൊഡക്ഷൻ ആണ്. 2-3 മാസം എടുത്ത് പ്രീ പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഷൂട്ടിംഗ് കൂടെ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സിക്യൂഷൻ ഓഫ് പ്രീ പ്രൊഡക്ഷൻ. പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെളിവുകളോ ഇതൊക്കെ ഉണ്ടാവും, അത് ചിലപ്പോൾ മിസ്സായി പോകുന്നതായിരിക്കും. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു മിറാഷ് മൂവി വിശേഷങ്ങളുമായി ഡയറക്ടർ ജീത്തു ജോസഫ്, അന്ന ആൻഡ് അപർണ. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. യെസ്, അപ്പം ആദ്യം തന്നെ ഡയറക്ടറിന് തുടങ്ങാം. പറയൂ, എന്താണ് മിറാഷ്? ആരാണ് മിറാഷ്? സിനിമയാണ് മിറാഷ്, ആരാണെന്നുള്ളതല്ല. ഇതിന്റെ ആ ഒരു മിറാഷിന്റെ മീനിങ് അറിയാലോ എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു സ്വഭാവം ഈ സിനിമയ്ക്കുണ്ട്. അതായത് ഭയങ്കരമായ വ്യക്തികളല്ല, ആ വ്യക്തികള് ഒരു സംഭവം അന്വേഷിച്ച് പോകുമ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ അതിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ അവരുദ്ദേശിച്ച സംഭവം അല്ല, അങ്ങനെ മാറുന്ന അതാണ് ആ പ്രോബ്ലംസ് മാറിക്കൊണ്ടിരിക്കും. അവരുദ്ദേശിക്കുന്ന പ്രോബ്ലം അല്ലാതെ ഇപ്പൊ ഒരാളുടെ ഇലൂഷനോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ബേസിക്കലി ഈ കഥയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മിറാഷ്. ഈ ഒരു സ്റ്റോറിയുടെ ഒരു സ്റ്റാർട്ട് എവിടെയായിരുന്നു? എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ശരിക്കും ഒരു ഹിന്ദി സിനിമയായിട്ട് ചെയ്യാനായിട്ട് ബോംബെ നിന്ന് ഒരാൾ കൊണ്ടുവന്നതാണ്. അപ്പോ ഒരു 4-5 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റോറി ലൈനിൽ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കാനൊക്കെ ഞാൻ കൂടെയായിരുന്നു. അങ്ങനെ ഇതിനകത്ത് വെച്ചാൽ ഇതിൻ്റെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അപർണയുടെ ക്യാരക്ടറാണ്. അതിനെ റിവോൾവ് ചെയ്താണ് ബാക്കി സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ ബോംബെയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഹീറോയ്ക്കും ഓഫ് കോഴ്സ് പ്രോമിനൻസ് ഉണ്ട്, പക്ഷേ പലരും ചെയ്യാൻ റെഡിയാകുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ കഥയിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പ്രോജക്റ്റ് ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് മലയാളത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ മലയാളത്തിലേക്ക് ഇത് കൊണ്ടുവന്നതാണ്. അടിപൊളി. ഹന്ന, എങ്ങനെയാണ് മിറാഷിലേക്ക് എത്തുന്നത്? കോമൺ കഴിഞ്ഞതിന് ശേഷം സാറ് വീണ്ടും വിളിച്ചു. അതെ, സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇതിനകത്ത് കൂടുതലൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് വാട്ട് ഇസ് ഐ എം പ്ലേയിങ് ഹെർ കൊളീഗ്. സോ അഭിരാമിയാണ് എൻ്റെ മെയിൻ ഫൾക്രം ഓഫ് ദി സ്റ്റോറി. എവറിത്തിങ് ഇസ് റിവോൾവിങ് അറൗണ്ട് ഹെർ. സോ അഭിരാമിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫ്രണ്ട് ഋതിക എന്നൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപർണ പറയൂ. ഞാൻ ഇതുപോലെ സാർ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അപ്പോൾ കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് പോയി സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ടു ബി എ പാർട്ട് ഓഫ് എ മൂവി ലൈക്ക് ദിസ്. യെസ്, ഇപ്പം ഞങ്ങൾ പൊതുവേ പറയും, ഇപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് നമ്മൾ വേറൊരു ഓഫീസിലേക്കൊക്കെ ഇപ്പോൾ ജോലി മാറുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്യുമല്ലോ. ഇപ്പോൾ പണ്ടത്തെ ഓഫീസിൽ ബോസ് ഇങ്ങനെ രീതിയിലായിരിക്കും, പുതിയെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ പഠിച്ചത് മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കണം. അപ്പം ഈ ഒരു സെറ്റിലേക്ക് വന്നപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അൺലേൺ ചെയ്തിട്ട് പുതുതായിട്ട് ലേൺ ചെയ്തോ? ഏതെങ്കിലും ഒരു സംഭവം പറയാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സാറിൻ്റെ കൂടെ, ഓൾമോസ്റ്റ് എല്ലാവരും സാറിൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. പിന്നെ ആസിഫ് ഖയുടെ കൂടെ സിനിമ. ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് നമ്മൾ കഴിഞ്ഞ സിനിമേനെ പോലത്തെ ട്രേറ്റ്സ് വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ സ്റ്റോറി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും എന്താ പറയുക, ഇപ്പോൾ കിഷിനാടിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതിന് ഒരു ഭയങ്കര ഒരു വീട്, കാട്, അങ്ങനത്തെ ഒരു ഇതിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ പ്ലേസ്മെന്റ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരു ഏർബൻ എന്താ പറയാ, അതെ, അറ്റ്മോസ്ഫിയറിലാണ് ഈ പടം നടക്കുന്നത് തന്നെ. അപ്പൊ തന്നെ നമ്മുടെയും ബോഡി ലാംഗ്വേജും കുറെ കാര്യങ്ങൾ ചേഞ്ച് ആവും. ഇപ്പൊ ഇതിൽ ഞാനൊരു ഫിനാൻസ് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഓഫീസിന്റെ അറ്റ്മോസ്ഫിയർ എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ കോൺഷ്യസ് എഫേർട്ടിൻ്റെ കാട്ടിലും നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തുമ്പോൾ തന്നെ ആ ഒരു സ്ഥലവും അവിടുത്തെ അത് മാറുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ മാറും. ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വെരി ചിൽ. ഇപ്പം ഞാൻ സാറിനെ ഓൾറെഡി അറിയാം, ആസിഖാനെ ഓൾറെഡി അറിയാം, ഹന്നയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ്, ഹക്കീം ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. പക്ഷെ
നമ്മളെല്ലാവരും പെട്ടെന്ന് ജെല്ലായി, പെട്ടെന്ന് ഓക്കെ ആയി. അപ്പം അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്ത്. ഇപ്പൊ ഞാനും ഹന്നയും ഓഫ് സ്ക്രീൻ ആണെങ്കിലും കുറെ നേരം ചുമ്മാ ഇരുന്ന് സംസാരിക്കും, ഞങ്ങൾ എങ്ങോട്ടേലും പോകും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇറ്റ് ആക്ച്വലി ഹെൽപ്ഡ് എ ലോട്ട്. നമ്മള് സ്ക്രീനിലാണെങ്കിലും ഷീസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഓൺ സ്ക്രീൻ. അപ്പം അത് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നാച്ചുറലി ഒരു അടുപ്പം വന്നിരുന്നു. ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ സാറ് പേരി തുടങ്ങുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു പ്ലാൻ നടക്കുമ്പോ തന്നെ അപർണയായിരുന്നോ മനസ്സിലുണ്ടായിരുന്നു? അതോ ഓഫ് കോഴ്സ് ഞാനിത് ആസിഫിനോട് ഇങ്ങോട്ട് ഹിന്ദിയിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടുമ്പോ ഞാൻ ആദ്യം ആസിഫായിട്ട് സംസാരിച്ചു. അപ്പൊ ആസിഫ് പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ അപർണനെ വിളിച്ചു. അപ്പൊ അപർണയെ കാരണം ഇതൊരു ബോൾഡ് ക്യാരക്ടറാണ്, ഭയങ്കര ആ പ്രശ്നത്തിനെ ഫേസ് ചെയ്ത് അതിനെ അന്വേഷിച്ച് അങ്ങോട്ട് ഒളിച്ചോടുമല്ല, അതിനെ അങ്ങോട്ട് അന്വേഷിച്ച് വാശിയിൽ ഇറങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എടുത്തുചാട്ടം ഇച്ചിരി ഉണ്ടെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഈ പുള്ളിയാണ് പ്രൊട്ടക്ടർ. അത് കൂട്ടത്തിൽ ഇങ്ങനെ പിടിച്ച് നീ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവര് തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അങ്ങനെയൊക്കെ വന്ന് പോകുന്നൊരു ഇതാണ്. അപ്പം ഒരു ബോൾഡ് ആയിട്ടുള്ള നന്നായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു ക്യാരക്ടറൈസേഷനാണിത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞ അത് ചെയ്താൽ അത് സെക്യൂർ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഈ മിറാഷ് എന്ന് പറയുന്ന ഒരു ടേം പറയുമ്പം നമ്മൾ ഒന്നും ഇല്ലാത്ത സമയത്തുള്ളൊരു പ്രതീക്ഷ ആണ് ഈ മിറാഷ്. നമ്മൾക്ക് ഒരു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും ഇതിന്റെ ഒരു സൈഡിലുണ്ടല്ലോ. അപ്പം ലൈഫിൽ എത്രമാത്രം അങ്ങനെയുള്ളൊരു ഹോപ്പ് നമ്മളുടെ ഒരു ഈ മൂവിങ് ഫോർവേഡ് നല്ലതാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു ഫോഴ്സ് എപ്പോഴും വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം എനിക്കൊക്കെ ഇപ്പൊ നല്ല സിനിമ ഞാനിപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറേ സിനിമകൾ ഞാൻ ഭയങ്കര ഒന്നും അങ്ങനെ എപ്പോഴും വരെ എക്സ്പെക്ടേഷൻസ് ഭയങ്കരമായിട്ട് വെക്കാറില്ല. പക്ഷെ ഇപ്പൊ സൂര്യ പോട്ടർ ആണെങ്കിലും ഒരു ഗ്യാപ്പ്, ഒരു നാച്ചുറലി ഓർഗാനിക്കലി ഉണ്ടായ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നൊരു സിനിമയാണ് ഇപ്പൊ കിഷ്കിന്താണ്ടാണെങ്കിലും മിറാജ് ആണെങ്കിലും. ആ ഒരു ബ്രീതിങ് സ്പേസ് എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മളിപ്പം എന്താ പറയാ, എന്താ ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പക്ഷെ നല്ലൊരു സിനിമ വരുന്നുണ്ട്. അങ്ങനെ ഹോപ്പ് വെക്കാറുണ്ട്. പക്ഷെ അമിതമായ എക്സ്പെക്ടേഷൻസ് ഞാൻ ഒരിക്കലും ഒന്നുമില്ല അങ്ങനെ വെക്കാറില്ല. ഓക്കെ. ഇപ്പം ഹനയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ടോവിനോട് ഇന്റർവ്യൂവിൽ ടോവി പറഞ്ഞൊരു സംഭവമുണ്ട്, ഈ എൻ്റെ ഒരു കംഫർട്ട് സോൺ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തല്ലുമാല അത് അറ്റത്താണ്, അത്രയും കംഫർട്ട് സോൺ പുറത്തു വന്നൊരു ക്യാരക്ടറാണെന്ന്. അപ്പം ഹന്നയുടെ ഒരു പെർഫോമൻസിൽ എനിക്ക് തീർച്ചയായിട്ടും സാറിന്റെ ഡയറക്ഷനിലുള്ള ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതിന്റെ ഗ്രാഫ് ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഇതല്ലാണ്ട് കുറച്ച് അധികം ഡിഫറെന്റ് ആയിട്ട് ചെയ്തു എന്ന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്ന എന്റെ ഫിലിമോഗ്രാഫി നോക്കുവാണെങ്കിൽ ഓൾ മൈ മൂവീസ് ഡിഫറെന്റ്. എന്റെ റിയൽ ആയിട്ടുള്ള ശരിക്കും ഐ തിങ്ക് ഫേസസ് എന്ന് പറഞ്ഞാൽ റിലീസ് ആകാൻ പോകുന്ന ഒരു സിനിമ മാത്രമേ ഞാൻ എന്റെ ഒരു കഥാപാത്രം അല്ല എന്റെ ഒരു ക്യാരക്ടർ റെസൊനേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എവറിത്തിങ് ഇസ് കൈൻഡ് ഓഫ് എക്സാക്ട്ലി. എന്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞത് യു ബി യു എന്നാ പറഞ്ഞിരുന്നത്. സോ അത് തന്നെ. അപ്പൊ ആ സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം ഡിഫറെന്റ് കഥാപാത്രങ്ങളാണ്. ഇതില് എന്റെ കരിയറിൽ ഏറ്റവും ഞാൻ ഒരിക്കലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത കഥാപാത്രമാണ് സാർ എനിക്ക് കൂമനി തന്നത്. സോ ഫസ്റ്റ് ഈ സിനിമയിലെ ഓഡീഷൻ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ ടെസ്റ്റ് സമയത്ത് ഫസ്റ്റ് തന്നെ സാറിന്റെ അടുത്ത് ക്ലൈമാക്സ് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം സാറാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബിഫോർ ദാറ്റ് ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദ്യം ചോദിച്ചായിരുന്നു, ലൈക്ക് ഹന്ന വിൽ യു ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് എന്നുള്ളത്. ബട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല, ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവില്ല നമുക്ക്, അത് ചെയ്യണം, ഇങ്ങനെ ഒരു വലിയ ക്രൂ ആണ്. സോ പിന്നെ സാർ നല്ലതായിട്ട് ഗൈഡ് ചെയ്ത് തരും. എന്നെ ഇങ്ങനെ എന്റെ ഓരോ ഇപ്പൊ ഐ മൂവ്മെന്റ് അല്ലെങ്കിൽ എന്റെ ഓരോ ഡയലോഗിന്റെ സ്പേസിങ് വരെ സാർ എനിക്ക് പറഞ്ഞു. ഈ മൂവിയിലും അതെ, കൂമനിൽ അധികം ഡയലോഗ്സ് ഇല്ലായിരുന്നു. പക്ഷെ വാട്ട് എവർ ആ ചെറിയ ഇതാണെങ്കിലും ഗസ്റ്റർ ആണെങ്കിലും സാർ എനിക്ക് ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഫോർ മീ കൂമൻ വാസ് ആൻഡ് ഓൾവേസ് ഐ തിങ്ക് വിൽ സ്റ്റേ ചാലഞ്ചിങ് ഒരു കഥാപാത്രമായിട്ട് തന്നെ ഇരിക്കും എന്റെ മനസ്സിൽ. ഇപ്പം ഈ ആൾക്കാരെ ഇങ്ങനെ പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നിന്നെ കൊണ്ട് പറ്റും എന്ന് പറയുന്ന, നീ ചെയ്യുമെന്ന് പറയുന്ന ഒരു സെന്റൻസ് ഭയങ്കര കോൺഫിഡൻസ് നൽകുന്ന ഒരു സെന്റൻസ് ആണ്. അപ്പൊ സാറിന്റെ ഈ ഒരു കരിയറിൽ സാറിന്റെ അസിസ്റ്റന്റായി നിന്ന എത്രയോ ആളുകൾ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ നിന്ന എത്രയോ ആളുകളെ ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിച്ച ഒരാളാണ്. അപ്പൊ സാറിന്റെ ലൈഫിൽ ആ ഒരു ജേർണി, ഒരു സിനിമ ജേർണി തുടങ്ങിയ സമയത്ത് ആരൊക്കെയായിരുന്നു അങ്ങനെ സാറിന്റെ അടുത്ത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത്? മദർ ഭയങ്കര പോസിറ്റീവായിരുന്നു. നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ, നീ ധൈര്യമായിട്ട് ചെയ്തോളാം അങ്ങനെയെന്ന് പറഞ്ഞാൽ മദർ ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ ആളാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര അയൺ ലേഡി എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. ഞാൻ ഈ സിനിമയിൽ വന്നതും എൻ്റെ ക്രൈസിസുകളിലും എൻ്റെ പ്രശ്നങ്ങളിലും എല്ലാം എന്നെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നത് എൻ്റെ മദറാണ്. ബാക്കിയുള്ളവരെല്ലാം അഭിപ്രായം പറയുമ്പോൾ സി
നമ്മളിപ്പോൾ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയും, പക്ഷെ ഭയങ്കരമായിട്ടും എൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഒന്നിച്ച് ഭയങ്കരമായിട്ടും നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഇതായിട്ട്. ഇപ്പൊ സാറ് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ത്രില്ലർ സംഭവങ്ങളൊക്കെ എഴുതുമ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്ലൈമാക്സ്, ഏതെങ്കിലും സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സ് എഴുതുമ്പോൾ ഇത് എന്തൊരു ഡാർക്കാണെന്ന് തോന്നിയിട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, ക്ലൈമാക്സ് അങ്ങനെ മാറ്റിയിട്ട്, ക്ലൈമാക്സ് മാറ്റിയത് ആക്ച്വലി രീതിയും കാര്യങ്ങളൊക്കെ മാറ്റിയത് ദൃശ്യത്തിന് ആദ്യം പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു. പോലീസ് സ്റ്റേഷൻ ഇല്ലാതെ ചുമ്മാ അവർ കുഴിച്ചിട്ട് എന്നെ മുകളിൽ നിന്ന് വർത്താനം പറയുന്നെന്ന് പറഞ്ഞൊരു തോട്ടിൽ ചുമ്മാ എഴുതി വെച്ചു. പക്ഷെ അതല്ല വേണ്ടതെന്ന് എനിക്കും അറിയാം. അതങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ച് പിന്നീട് കിട്ടിയതാണ് പോലീസ് സ്റ്റേഷനകത്ത് കുഴിച്ചിടുന്നത്. അല്ലാതെ അത് സിനിമയുടെ ക്ലൈമാക്സാ മാറ്റിയേക്കുന്നത്, അങ്ങനെ ക്ലൈമാക്സ് മാറ്റിയ സിനിമ അറിയില്ല. ഇപ്പൊ ദൃശ്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ദൃശ്യം പാർട്ട് 3 പറ്റിയിട്ടാണ്. സാറിട്ടൊരു ഒരു ഫോട്ടോ, അതിന്റെ സൈഡില് ദൃശ്യത്തിന്റെ സ്ക്രിപ്റ്റിന്റെ പകുതി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ബഹളമായിരുന്നു. ഇപ്പൊ ഏറ്റവും ആളുകൾക്ക് സങ്കടം ദൃശ്യം 3 ഹിന്ദിയിലാണ് ആദ്യം ഇറങ്ങുക, പിന്നെ ഇറങ്ങുള്ളൂ. നമ്മൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നമ്മൾക്ക് മലയാളത്തിൽ ആദ്യം കാണാൻ പറ്റുമോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അത് മലയാളത്തിൽ തന്നെ നമ്മൾ എഴുതി നമ്മൾ ആ സ്ക്രിപ്റ്റ് അവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരും ചെയ്യുന്നുള്ളൂ, അങ്ങനെയുള്ളൂ. മറ്റേതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായെങ്കിലും അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്നതല്ല. കാരണം ദൃശ്യം എന്ന് പറയുന്ന കഥയുടെ കോപ്പിറൈറ്റ് എൻ്റെ ഇല്ല, മനസ്സിലായി, എൻ്റെ കഥയാണത്, ഇറ്റ്സ് മൈ ബേബി. സോ അത് അവരങ്ങനെ മൂവ് ചെയ്താൽ നമ്മൾ ലീഗലി ചലഞ്ച് ചെയ്യും, ഒരു സംശയം വേണ്ടത്. അത് അവർക്കും മനസ്സിലായി. അപ്പൊ ഈ വാർത്ത വന്നപ്പോ ഞാൻ ആലോചിക്കുന്നു, അയ്യോ അപ്പൊ ഹിന്ദിയിൽ കണ്ടിട്ട് നമ്മൾ ഓൾറെഡി കഥ അറിഞ്ഞല്ലോ, പിന്നെ നമ്മൾ മലയാളത്തിൽ അത് അങ്ങനെയല്ല. അവര് പറഞ്ഞു വെച്ചാൽ അവരവരുടേതായ കഥയുണ്ടാക്കും, മനസ്സിലായോ? അതങ്ങനെ പറ്റത്തില്ലല്ലോ. അതെ. അപ്പൊ ഈ ദൃശ്യം ഫാൻസ് ഒരു സൈഡിലുണ്ട്, മെമ്മറീസ് എന്നുള്ള സിനിമയുടെ ഫാൻസ് ഒരു സൈഡിലുണ്ട്. മെമ്മറീസിന്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ മെമ്മറീസ് എന്ന സിനിമ ഭയങ്കര ഏറ്റവും ഫേവറേറ്റ് ആയിട്ട്, ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ഞാൻ ദൃശ്യം അല്ലെങ്കിൽ മെമ്മറീസ് എന്നുള്ള വോട്ട് എടുത്തപ്പം കുറെ പേര് മെമ്മറീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ആണല്ലേ? ദൃശ്യം അത് എപ്പോഴെങ്കിലും സാറിന് മെമ്മറീസ് അതിന് കിട്ടേണ്ട ഒരു ഇമ്പോർട്ടൻസ് ആക്ച്വലി കിട്ടിയില്ലേ? ദൃശ്യം കിട്ടുന്നുണ്ടല്ലോ ഇപ്പോഴും. ആൾക്കാർ ഒത്തിരി പേര് അതിനെ കുറിച്ച് പറയും, അത് മെമ്മറീസ് ഇത്ര വർഷമായെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുകയും അതിനകത്ത് ഇത് ഇന്നലെ കൂടെ എനിക്ക് വന്നു മെമ്മറീസിന്റെ കുറച്ച് കട്ടിങ്സും ഒക്കെ വെച്ചിട്ട്. എനിക്കാണെങ്കിൽ അല്ല ഈ സമയത്തല്ലല്ലോ റിലീസ്, അത് കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ അത് ആൾക്കാരത് ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അത് ഇപ്പോഴും എനിക്കൊന്നു അല്ലെ, അപർണയ്ക്കും മെമ്മറീസ് ആണോ? മെമ്മറീസ് എനിക്ക് അതുകൊണ്ടല്ല, ഇപ്പൊ ദൃശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ആ പറഞ്ഞ മാതിരി ക്ലൈമാക്സും ഒക്കെ ഒരു ഭയങ്കര ഒരു നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ്. പക്ഷെ മെമ്മറീസ് ആ സമയത്ത് ഞാൻ അങ്ങനെ ഭയങ്കര ഒരു മൂവി ബഫായിട്ടല്ല വളർന്നതൊന്നും. അപ്പൊ മെമ്മറീസ് എനിക്ക് ആ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വാവ്, എങ്ങനെ ഇത് ആലോചിച്ച ഇപ്പൊ ആ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാം എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് റിയലി ഇവിടെ എനിക്ക് മലയാള സിനിമ കാണുന്നതിനെക്കാളും ഭയങ്കര ഇന്റർനാഷണൽ ഫീൽസ് എനിക്ക് അന്ന് തന്നൊരു സിനിമയായിരുന്നു മെമ്മറീസ്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ മാതിരി അതില് എല്ലാ പോയിന്റും, എസ്പെഷ്യലി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറെ സിനിമകൾ കാണുന്നുണ്ട്. പക്ഷെ വളർന്നു വന്നപ്പോഴൊന്നും ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടൊന്നുമല്ല വളർന്നത്. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ആ സിനിമ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര എന്റെ മെമ്മറിയിൽ നിൽക്കുന്ന വളരെയധികം നിൽക്കുന്ന ഒരു ഫിലിമാണ് മെമ്മറീസ്. തീർച്ചയായിട്ടും അത് ബ്യൂട്ടിഫുള്ളി, അത് എഴുത്തും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആ സിനിമയുടെ എന്നുള്ള പേഴ്സണലി എൻ്റെ ഒരു എന്താ പറയാ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇപ്പൊ അപർണയിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ആക്ടർ ആണ് എന്നുള്ളത് എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് സിംഗർ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ തന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ട് മടുത്തതും പാട്ട് പാടുക എന്നുള്ളതായിരിക്കും. പേടിക്കേണ്ട, പാട്ട് പാടാൻ പറയില്ല. അപ്പൊ അപർണയുടെ ഒരു പ്ലേലിസ്റ്റ് എങ്ങനെയാണ്? ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ പറയില്ല, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ സങ്കടം വരുന്ന സമയത്ത് കുറച്ച് ജിൽ ഇങ്ങനെ കുത്തുപാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ മൂഡ് പെട്ടെന്ന് മാറും എന്നൊക്കെ പറയും. അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ മൂഡ് അനുസരിച്ച് പാട്ടുകളുടെ ലിസ്റ്റുകൾ മാറുന്ന കൂട്ടത്തിലാണോ? എനിക്കിപ്പം ചില സമയത്ത് പെട്ടെന്ന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മള് ചിലപ്പം ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ നമ്മൾ കുറെ നാളായിട്ട് കേൾക്കാതിരുന്ന പാട്ട് പെട്ടെന്ന് കേൾക്കും, ഇത് കേട്ടാ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന പ്ലേലിസ്റ്റ്, ഒരു ഫിക്സ്ഡ് പ്ലേലിസ്റ്റ് ഇല്ല എനിക്ക് അങ്ങനെ കേൾക്കാനും. പക്ഷെ എനിക്ക് ഇന്നെ ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും പല പാട്ടുകൾ, പല മൂഡിന് പല പാട്ടുകൾ കേൾക്കാം. ഇപ്പൊ സങ്കടം വന്നാൽ ഞാൻ സങ്കടപ്പാട്ട് ഇട്ടിട്ട് എന്നെ കരയും, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മൂഡ് മാറും. അപ്പം എല്ലാ തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമാണ്. അപ്പം പിന്നെ ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫിക്സ്ഡ് പ്ലേലിസ്റ്റ് അങ്ങനത്തെ ഒരാളല്ല ഞാൻ. മിറാഷിലേക്ക് വരുമ്പം ഇതിലെ പാട്ടുകൾ ഉണ്ടോ? പാട്ടുകൾ എങ്ങനെയാണ്? ഒരു സോങ് വരും, അത് ഫുൾ സോങ് ഇടാൻ സാധ്യത കുറവാണ്. അതിൻ്റെ ഒരു
ഇതായിട്ട് ഒരു സോങ്ങിന്റെ സീക്വൻസ് ഉണ്ട്, കുറച്ച് മൊണ്ടാഷ് കട്ട്സ് വരുന്നുണ്ട്, അതിനകത്ത് നമ്മളൊരു സോങ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ആസിഫ് അലി ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് സാറ്? ആദ്യമേ ഈ ഒരു ക്യാരക്ടർ ഇപ്പൊ മലയാളത്തിലേക്ക് ആക്കി അപർണയുടെ ഫേസ് ആദ്യം ആ ക്യാരക്ടറിന് വന്നു. അല്ല, ഞാൻ ഈ സബ്ജക്റ്റ് എടുത്ത് ആസിഫിനോട് പറയുന്നത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഇങ്ങനെയാണ്. അപ്പോൾ ടു ബി ഫ്രാങ്ക് ഞാൻ പറഞ്ഞ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ ഇതാണ്, അതിൻ്റെ കൂടെ ഇങ്ങനെ ഇത് ചെയ്തത്. അപ്പം ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്? ഞാൻ ഓഫ് കോഴ്സ് ചെയ്യാനുണ്ട്, ഇതിങ്ങനെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ എനിക്കൊന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളും എനിക്കൊന്ന് അറിയണം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറഞ്ഞു. ഓ ചേട്ടാ ഇത് ഞാൻ ചെയ്യാം, ഞാൻ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ട്, അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ഡയറക്ടർ ഒരു ആക്ടറിനെ റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ല. അപ്പം ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ആസിഫ് അലീനെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കുറെ റീസൺസ് ഉണ്ടാവും. അതിലത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു റീസൺ ഉണ്ട്, കംഫർട്ടബിൾ ടു വർക്ക് വിത്ത് ഡയറക്ടേഴ്സ്, ആക്ടർ ആൻഡ് എബോവ് ഓൾ ഈസ് എ ടാലന്റഡ് ആക്ടർ. ഇനിയും വരുന്നുണ്ട് ഞങ്ങൾ പ്രൊജക്ട്സ്, ഡിസ്കഷനിലാണ്. സാറിന്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ജീത്തു ജോസഫിന്റെ സെറ്റ്? സൂപ്പറാണ്. ഈ പറഞ്ഞിരിക്കുന്ന നോ ടെൻഷൻ, നോ സ്ട്രെസ്, ക്രൂരുള്ള ആർക്കും സാറിനും ഇല്ല. കാം, കറക്റ്റ് സമയത്ത് ഇന്ന ഷോട്ട് ഇന്ന സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാവും. എവറിത്തിങ് ഇൻ എ വെരി ഓർഗനൈസ്ഡ്, നല്ല ലീഡർഷിപ്പാണ്. സോ സ്മൂത്ത് ആയിട്ട് പോകും. നമുക്ക് ആർട്ടിസ്റ്റിനും കംഫർട്ടബിൾ ആണ്, ക്രൂവിനും കംഫർട്ടബിൾ ആണ്. സാർ അങ്ങനെയാണ് എല്ലാവരെയും മെയിൻറ്റെയിൻ ചെയ്യും. കൂമനിലും അങ്ങനെ ആയിരുന്നു, ഇതിലും അങ്ങനെയാണ്. സാർ എപ്പോഴും ഒരു സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വേറൊരു സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിലിരിക്കും. അപ്പൊ ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ അറ്റ് എ ടൈം 3-4 സബ്ജക്ട് വർക്ക് ചെയ്യും, എഴുത്തിലല്ല. ഒരേ സമയം ഇവിടെ നിന്ന് ഈ സ്ക്രിപ്റ്റ് അങ്ങനെയല്ല, ഞാൻ പാരലലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യും. ഒന്നെങ്കിൽ ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാലോ, ഒന്ന് ഇപ്പം ഞാൻ തന്നെയല്ല, ഇപ്പം മറ്റേ നേരിന്റെ റൈറ്റർ ശാന്തിയില്ലേ, ശാന്തിയായിട്ട് തന്നെ 3 പ്രൊജക്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണം എഴുതി വെച്ചു, അത് കൂടാതെ 3 സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ റൈറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 2 ഞാൻ എന്റെ മനസ്സിലിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ തന്നെ ചിലപ്പോൾ 2-3 കാണും, പിന്നെ അക്കൂട്ടത്തിൽ അപ്പുറം. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് പ്രൊജക്ട്സ് വരുന്നത്. കാരണം ഞാൻ അറ്റ് എ ടൈം പല സബ്ജക്ട്സുകൾ പാരലലി വർക്ക് ചെയ്യും. അപ്പം ഇപ്പം ശാന്തി ഒരു ഡിസ്കസ് ചെയ്തു, ശാന്തിയെ വർക്ക് ചെയ്തു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്തു. അത് കഴിയുമ്പോൾ കൃഷ്ണകുമാർ വരും, കൃഷ്ണകുമാറുമായിട്ട് ഡിസ്കസ് ചെയ്തു, അത് ചെയ്തു. അത് കഴിയുമ്പോൾ വേറൊരു റൈറ്റർ വരുന്നു, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ അവരത് പോയി എഴുതിയിട്ട് വരും. അത് അവിടെ എനിക്ക് ഇച്ചിരി സ്ട്രെയിൻ കുറവുണ്ട്, പക്ഷെ അപ്പോഴും ഡിസ്കഷൻ ഉണ്ട്, അത് തലയിട്ട് നമ്മളും ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എന്റേതായ സ്വന്തം എഴുതേണ്ട 2-1 ഒക്കെ കാണും. അങ്ങനെ ഇത് നടക്കുന്ന സമയത്ത് രാവിലെ ഷൂട്ടിന് അല്ല, അത് പക്ഷെ ഈ ഒരു ഇത്തവണയാ വന്നത്. ഇത് നടക്കുമ്പോഴാണെങ്കിലും സാറിന് നമ്മുടെ സിനിമയെ പറ്റി നല്ല 100% ക്ലാരിറ്റി ആണ്. വേറെ അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഷൂട്ടാണെങ്കിലും സാറിന് എടുത്ത് ചോദിച്ചാൽ സാർ ഇങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സാർ അതിന് ക്ലാരിറ്റിയോട് ഉത്തരം. നമുക്ക് ഒരു തരത്തിൽ ഇപ്പൊ സാർ ഞാനിപ്പോഴാണ് അറിഞ്ഞത് സാർ രാവിലെ എണീറ്റ് ദൃശ്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 3:30 എഴുന്നേറ്റു, 4 മണിയായപ്പം ഞാൻ ഒരു 1.5 hour ദൃശ്യത്തിന്റെ എഴുതി. എന്നിട്ട് രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെയ്തത് കഴിഞ്ഞിട്ടാണ് പ്രൊമോഷൻ വന്നത്. അല്ല, കാരണം അത് ആവശ്യം ഇങ്ങനെ ക്രൈസിസിലായതുകൊണ്ടാണ്. ഇത് ഞാൻ സാധാരണ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, ഇത് ഇത്തവണത്തെ ഇതിൽ വന്നതാണ്. അപ്പൊ പിന്നെ എന്താണെന്നറിയോ, ഒരു സ്ക്രിപ്റ്റ് തീർന്നാല് അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ധാരണയായി. ഇപ്പം ഞാൻ ശാന്തിയായിട്ട് ഫഹദിന്റെ ഒരു പ്രൊജക്ട് ഉണ്ട്, അതിന്റെ സ്ക്രിപ്റ്റ് 7 മാസമായി, 7-8 മാസം മുമ്പ് തീർന്നിരിക്കുന്ന. എനിക്കപ്പോ വേറെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം. ആ പ്രൊജക്ട് വരുമ്പോൾ ആ സ്ക്രിപ്റ്റ് ഓൾറെഡി ഞങ്ങളെ ലോക്ക് ചെയ്ത സാധനമാണ്. ഞാൻ പിന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡിസൈഡഡാ. എനിക്ക് ഞങ്ങൾ ഒത്തിരി പ്രീ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യും. കാരണം എപ്പോഴും ഷൂട്ടിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രീ പ്രൊഡക്ഷൻ ആണ്. 2-3 മാസം എടുത്ത് പ്രീ പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഷൂട്ടിങ്ങോടെ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സിക്യൂഷൻ ഓഫ് പ്രീ പ്രൊഡക്ഷൻ. അതന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓൾറെഡി പല കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ലൊക്കേഷൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചോളം എങ്ങനെയാണ് ഷോട്ടുകൾ എന്നറിയാവുന്ന, ആകെപ്പാടെ ലൊക്കേഷന് വരുമ്പോൾ ചേഞ്ച് വരാൻ സാധ്യത ഡയലോഗ്സിലാണ്. എന്തെങ്കിലും ഒരു ചേഞ്ചസ് ചിലപ്പം ഉണ്ടാവാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്ക്രിപ്റ്റ് തീർന്നിരിക്കുന്ന സാധനമാണ്. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി നേരത്തെ എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് ഒരു 1 hour 1.5 hour അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ ഷൂട്ട് ചെയ്യുമ്പോൾ സീൻ ഒന്ന് എടുത്ത് നോക്കും, ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി. പക്ഷെ ഇതത്ര നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ വർഷം അതിങ്ങനെ ഒരു ഇതിനകത്ത് പോയി പെട്ടുപോയത് എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിട്ടില്ല, എൻ്റെ ഒരു സാഹചര്യമായി പോയി. കഴിഞ്ഞ വർഷം ഞാനൊരു പടം പോലും ഷൂട്ട് ചെയ്തിട്ടില്ല.
നുണക്കുഴി 2023 ഡിസംബറിൽ കഴിഞ്ഞതാണ്. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ വന്നതാണ്. അടുത്ത കൊല്ലം തൊട്ട് ഇനി ഇങ്ങനത്തെ പരിപാടി ഇല്ല. ഇനിയിപ്പം ഞാൻ എഴുത്ത് കുറച്ചാമത്തേക്ക് നിർത്തി വെച്ചിരിക്കുക, ബാക്കിയുള്ളവരുടെ തലക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാം, ഇങ്ങോട്ട് റൈറ്ററെ എടുത്ത് തന്നിട്ട് ഈ സീൻ ശരിയായില്ല, അത് മാറ്റി എഴുതൂ, അത് അങ്ങനെ എഴുതൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാം. അതാണ് വേറൊരു റൈറ്റർ ഉണ്ടതിലുള്ള ഗുണം. നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോകാം. പിന്നെ അത് ആ വ്യക്തിയുടെ തലവേദനയാണ്. അപ്പൊ ഇന്ന് കണ്ടില്ലായിരുന്നു ഒരാളിങ്ങനെ തലവേദനയായിട്ട് വന്നിരിക്കുന്നത്? കണ്ടിരുന്നു ചെറുതായിട്ടൊരു തലകറക്കം പോലെ. ഇപ്പം നമ്മൾ പൊതുവെ പറയല്ലോ, ഇപ്പൊ സെലിബ്രിറ്റീസിന് ഈ ബിസിനസ് റൺ ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണോ? എളുപ്പമല്ലേ? എളുപ്പമാണ് ബിസിനസ്, ആർക്കും എളുപ്പമല്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ ആര് ചെയ്താലും അത് പണിയാണ്. അതിപ്പം എത്ര അറിയുന്ന ആൾക്കാർ എന്ത് തുടങ്ങുന്ന സാധനത്തിൽ ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഐ തിങ്ക് ഫോർ എവറി പേഴ്സൺ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഇപ്പം ഞാൻ ഇവന്റ് തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം അല്ല. എൻ്റെ കമ്പനിയാണ്. പക്ഷെ നമ്മളിപ്പം എന്താ പറയുക, ഇപ്പോൾ ഐ ഹവ് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ എനിത്തിങ്. ലൈക്ക് അത് ഞാൻ ഇപ്പോൾ എന്താ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള സാധനങ്ങൾ റെന്റ് ഔട്ട് ചെയ്തിട്ടോ അങ്ങനെ ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ പൈസ അതിലേക്ക് ഇടാത്തതുകൊണ്ട് എനിക്ക് ബിസിനസ് എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ളതിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഐ എൻജോയ് ഡൂയിങ് ഇറ്റ് എ ലോട്ട്. എൻ്റെ ഭയങ്കര പാഷന്റെ പുറത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കമ്പനി. അപ്പം അത് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ അപർണ ബാലമുരളി എന്നൊരു പേര്, ആ ഒരു ബ്രാൻഡ് നെയിം അതിന്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ മറ്റേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചാടി കഴിവും എന്നുള്ള ഒരു തോട്ട് എപ്പോഴും മനസ്സിലുണ്ടോ? അതോ? ഇല്ല, എല്ലാവരും ഞാനിപ്പം എനിക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ വളരെ പാഷന്റെ പുറത്ത് തുടങ്ങിയോണ്ട് തന്നെ ഞാനിപ്പം എല്ലാ മാസവും എനിക്ക് വർക്ക് വേണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഞാനൊരു മണി മേക്കിംഗ് മെഷീനായിട്ടല്ല ഞാൻ ആ കമ്പനീനെ കാണുന്നത്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലയൻസ്, നമ്മളെല്ലാ ഇപ്പൊ ചെയ്തിട്ടുള്ള എല്ലാ വർക്ക്സും നമുക്ക് സത്യം പറഞ്ഞാൽ ക്ലയന്റിന്റെ അടുത്തും അവരുടെ ഫാമിലിയുടെ അടുത്തും ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാരായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും വീഴ്ച വരാൻ കാത്തു നിൽക്കുന്ന ആരുമായിട്ട് ഇതുവരെ വർക്ക് ചെയ്തിട്ടുമില്ല. ഇനിയുള്ള വർക്ക്സ് വരുന്നത് അങ്ങനെ ആരും നോക്കിക്കുന്ന ആൾക്കാരല്ല. എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ദൃശ്യം ഇറങ്ങിയ സമയത്ത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലോ ഈ ദൃശ്യം മോഡൽ കൊലപാതകം, ദൃശ്യം മോഡൽ ക്രൈമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും ഈ സിനിമയിലൊക്കെ പെർഫെക്റ്റ് ക്രൈം എന്നൊക്കെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ക്രൈം റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ റിയൽ ഒരു ലൈഫിൽ അല്ലെങ്കിൽ ഇപ്പം ശരിക്കും ഒരു ആൾക്ക് അങ്ങനെ ഒരു 100% എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരു ക്രൈം ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ക്രൈം എന്ന് പറഞ്ഞൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തെളിവുകളോ ഇതൊക്കെ ഉണ്ടാവും, അത് ചിലപ്പോൾ മിസ്സായി പോകുന്നതായിരിക്കും. പെർഫെക്റ്റ് ക്രൈം എന്ന് പറഞ്ഞ ക്രൈമില്ല. പക്ഷെ ഒത്തിരി ഇതുകൾ കണ്ടുപിടിക്കാത്തത് കൊണ്ട് അത് ശരിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ള എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കും. പിന്നെ സിനിമയിൽ കാണിക്കുന്നത് കംപ്ലീറ്റ് തട്ടിപ്പാണ്. അത് കണ്ടുകൊണ്ടൊക്കെ റിയൽ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 2-ാം ദിവസം അവനകത്ത് പോയിരുന്നു. സിനിമ മേക്ക് ബിലീഫ് അല്ലേ ശരിയും. നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇപ്പം അന്ന് തന്നെ ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ജോർജ് കുട്ടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ജോർജ് കുട്ടി ആ കേസ് അവസാനിച്ചിട്ടില്ല. ജോർജ് കുട്ടിയുടെ കാര്യത്തിന് തീരുമാനമായിട്ട് അത് നമ്മൾ സെക്കൻഡിൽ കാണിച്ചു കൊടുത്തു. ഇത് അങ്ങനെ തീരുന്ന ഒരു സാധനമല്ല. ഇത് ചുറ്റിക്കറങ്ങി വരാം. രാത്രിയിൽ ഒരു മനുഷ്യൻ കണ്ടായിരുന്നു ജോർജ് കുട്ടി ഇറങ്ങി വരുന്നത്. ജോർജ് കുട്ടിയുടെ ഭാഗ്യത്തിന് അയാൾ ജയിലിൽ പോയി. അയാൾക്ക് ഇവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അത് ചുറ്റിക്കറങ്ങി കുറെ വർഷങ്ങൾക്ക് ശേഷം അയാൾ മനസ്സിലാക്കുകയാണ് ഇത് ഇങ്ങനെ എഴുതാനും അയാൾ അതും പൊക്കിക്കൊണ്ടുവന്നു. പക്ഷെ ഇത് ആന്റിസിപ്പേറ്റ് ചെയ്ത് ജോർജ് കുട്ടി അതിനെ പ്രതിരോധിക്കാൻ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ അതാണ് അവസ്ഥ. പേഴ്സണലി സാറിന് ഇഷ്ടം ഏതൊരു ജോണറാണ്? കോമഡി ആണോ? എനിക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ അതൊന്നും അങ്ങനത്തെ സിനിമയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ സന്ദേശം പോലെയുള്ള സിനിമകൾ, സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലെയുള്ള സിനിമകൾ എൻ്റെ ഫേവറേറ്റ്സ് ആണ്. പിന്നെ ത്രില്ലർ, സസ്പെൻസ്, ആക്ഷൻ എല്ലാം. എനിക്ക് കരച്ചിൽ പടം മാത്രം താല്പര്യമില്ല. ഒന്നാമത് ജീവിതത്തിലെ ആവശ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, തിയേറ്ററിൽ പോയിരുന്നു കരയാനൊന്നും പറ്റില്ല. ഈവൻ ടി വിയുടെ മുമ്പിലാണെങ്കിലും ഞാൻ ഒന്നെങ്കിൽ ഹ്യൂമർ അല്ലെങ്കിൽ ത്രില്ലർ, ആക്ഷൻ ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. കാരണം എനിക്ക് ആ ടൈം എനിക്ക് സന്തോഷമായിട്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ എഴുതിയ ഒരു ചോദ്യത്തിൽ ഒന്നായിരുന്നു ഈ ക്രൈം ത്രില്ലറൊക്കെ എഴുതുന്ന ആൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഏരിയ എന്താണെന്ന്. അപ്പം മേ ബി സങ്കടം, ഇമോഷൻ ആയിരിക്കും അല്ലേ? അതെ, എനിക്കത് പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ മറ്റേ കോമഡി ഇതും പുള്ളിയോട് ചോദിച്ചൊക്കെ സിനിമ ഷൂട്ട് ചെയ്ത് റീൽസ്, പട്ടിയും പൂച്ചയൊക്കെ തെന്നി വീഴുന്നതിന്റെ കമ്പൈലേഷൻസ്
അതൊക്കെ ഈ ഇതിലുണ്ട്, അതൊക്കെ കണ്ടോണ്ടിരിക്കും. ഒരു ദിവസം പുള്ളി വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ ഒന്ന് ചിരിക്കുന്നുണ്ട്, പുള്ളി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാ സംഭവം. അപ്പൊ അയ്യേ എന്ന് പറഞ്ഞിട്ട് പോയോ അതോ ഇല്ല, കൂടുതൽ ഞാൻ ചേർന്നപ്പോ അതുപോലത്തെ റീൽസ് ഞാനും കാണാറുണ്ട്. അതുപോലത്തെ റീൽസ് നമ്മള് റീൽസ് ഒരാൾ കാണുന്നുണ്ടെന്നല്ല, അതുപോലത്തെ കാണുമ്പോൾ നമ്മൾ അയാൾക്ക് അയച്ചു കൊടുത്ത് സഹായിക്കണം. റീൽസിന്റെ പോളിസി. ഇൻസ്റ്റയിലൊക്കെ എത്രമാത്രം ആക്റ്റീവ് ആണ്? അത്ര ആക്റ്റീവ് ഒന്നും അല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിനായിട്ട് ഇതാണ് ഈ ഹ്യൂമർ. അത് യൂട്യൂബിലാണ് കൂടുതലും ഞാൻ കാണുന്നത്. യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്നുണ്ട് ഹ്യൂമർ ഇതും, പിന്നെ അതിനകത്ത് തന്നെ ന്യൂസും. അതിന്റെ യൂട്യൂബിന്റെ ഗുണം ന്യൂസ് കിട്ടും, അങ്ങനത്തെ ഇതും കിട്ടും. അപ്പൊ ആ കൂട്ടത്തിൽ ഈ കോമഡി, ഇപ്പൊ പഴയ തകർപ്പൻ കോമഡിയുടെ ഫുൾ സീക്വൻസ് പ്രോഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലത് റിപ്പീറ്റഡ് വാച്ച് ചെയ്യും. അപ്പൊ പിള്ളേരെ ഞാനിങ്ങനെ ഇരുന്ന് ചിരിക്കുന്ന കാണുമ്പോൾ പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് അവരെ വിളിക്കുമ്പോ നിങ്ങളോട് ഒരുമാതിരി വിഷയം പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോകും. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് മിറാഷിനെ പറ്റി എന്താണ് മൂന്ന് പേർക്കും പറയാനുള്ളത്? ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. മുൻവിധികളൊന്നും ഇല്ലാതെ, അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ വന്ന് കാണുക. അങ്ങനെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.